ആരോഗ്യം ജനങ്ങളുടെ അവകാശമോ അല്ലെങ്കിൽ അതൊരു ബിസിനസ് അവസരമോ? എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എത്ര കമ്പനീസ് ആണ് കേരളത്തിലത്തെ ഹോസ്പിറ്റലുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതും പ്രൈവറ്റ് സെക്ടേഴ്സിൽ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ പുറകിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ കേരളത്തിൽ തന്നെ ചൂസ് ചെയ്തത് എന്ന്? കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ മാത്രം ഒരു ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, KKR ഗ്രൂപ്പ്. എന്താണ് KKR ഗ്രൂപ്പിന്റെ ദൗത്യം, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് കേരളം ചൂസ് ചെയ്തത്? അതിന്റെ കാരണത്തിലേക്ക് വരാം. ഈ KKR ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് അമേരിക്കയിലത്തെ 1970 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഇവരുടെ മെയിൻ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റിംഗ്, അതുപോലെയുള്ള ഇക്വിറ്റി ഫേംസ്, ഇതുപോലെയുള്ള കമ്പനീസിലാണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നടന്ന അമേരിക്കയിലത്തെ പ്രസിഡന്റ് ഇലക്ഷന് ഡൊണാൾഡ് ട്രംപിന് വരെ ഫണ്ടിങ് ചെയ്തിട്ടുള്ള ഫേമസ് കമ്പനിയാണ് KKR. ഈ KKR കമ്പനി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ആണ്. അതായത് ഇവർക്ക് വേറെ ഒന്നും വേണ്ട. ഇവർ നമ്മുടെ ഹെൽത്ത് സെക്ടർ നന്നാക്കാനോ അല്ലെങ്കിൽ ഇത് കാണിച്ചിട്ട് വേറെ രാജ്യങ്ങൾക്ക് പോയി വിൽക്കാനോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഇവർ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസ് തന്നെയാണ്. നമ്മളുടെ അടുത്ത് നിന്ന് നമ്മളുടെ പണം ഊറ്റിയെടുക്കുക, അത് തന്നെയാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം. വേറെ അല്ലാതെ നമ്മളെ ചികിത്സിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ വൻ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്നും സൃഷ്ടിക്കാനല്ല. ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഊറ്റിയെടുക്കാം, അത് മാത്രമാണ് ഇവരുടെ ഫോക്കസ്. വേറെ ഒന്നിലേക്ക് പോകുന്നില്ല. അത് നിങ്ങൾക്ക് കുറച്ച് കാലതാമസം കൂടാതെ തന്നെ നമുക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ നമുക്ക് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാത്ത ഒരു അവസ്ഥ, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ നമുക്ക് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും കാര്യങ്ങൾ. അപ്പോഴിങ്ങനെയൊന്നല്ല ഉണ്ടാവുക. നമ്മൾ മാക്സിമം ഈ മലയാളീസ് അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ ആൾക്കാർ മാക്സിമം യൂസ് ചെയ്യുന്നത്, അധികം ആൾക്കാരും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ആൾക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ. എടുക്കാത്ത ആൾക്കാർ മാക്സിമം ആയിട്ട് പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ മാക്സിമം യൂസ് ചെയ്യുന്നത് സർക്കാർ ഹോസ്പിറ്റലുകളാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെന്താ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺ ക്യാഷ് ആണ്, ക്യാഷ് കൊടുത്തിട്ട് ട്രീറ്റ്മെന്റ് വാങ്ങുന്ന രീതിയാണ് കൂടുതലായിട്ട് കേരളത്തിലെ ആൾക്കാരുടെ അടുത്ത് കണ്ടുവരുന്നത്. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ചികിത്സ വാങ്ങാനുള്ള ഒരു രീതി നഷ്ടപ്പെടും. നമുക്ക് കൂടുതലായിട്ട് ഇൻഷുറൻസിനെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പം ഇൻഷുറൻസ് തകൃതിയായിട്ട് വളരും. അപ്പം ഒരു ചെറിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാരണത്തിന് വരെ നമ്മൾ ഇൻഷുറൻസ് യൂസ് ചെയ്യേണ്ട അവസ്ഥയാവും. ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ രോഗത്തിന് അല്ലെങ്കിൽ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടിട്ട് നമ്മൾ ഇൻഷുറൻസ് അടക്കേണ്ട ഒരു ഇതിലേക്ക് നമ്മളെ ജീവിതം കൊണ്ടുപോകും. മനസ്സിലായോ? നമ്മൾ ഇനി തൊട്ടിട്ട് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 18 വയസ്സോ അല്ലെങ്കിൽ ഒരു 20 25 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. അപ്പം ഈ രീതിയിലേക്ക് നമ്മുടെ ഹെൽത്ത് സെക്ടർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. ഇനി കേരളത്തിലത്തെ കൂടുതൽ ആൾക്കാർ റിട്ടയർഡ് ലൈഫ് ആയിട്ടുള്ള ആൾക്കാരാണ്. എബോവ് 60 ഏജസ് ആയിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിൽ ഇനി കൂടുതൽ കാണപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ധാരാളം ഉണ്ടാവും. ഡയബറ്റിക്, ബ്ലഡ് പ്രഷർ, ഇങ്ങനെയുള്ള രോഗങ്ങൾ കൂടുതലായിട്ടുണ്ടാവും. ഇത് ഇവർ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലത്തെ ഹെൽത്ത് സെക്ടർ നമ്പർ 1 ആണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഹെൽത്ത് ലിറ്ററസി റേറ്റ് ഹൈ ആണ്, നമ്പർ 1 ആണ്. അതും ഇവരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനുള്ള കാരണം കൂടുതലാണ്. ഇതൊക്കെ കൊണ്ടാണ് കൂടുതലായിട്ട് കേരളത്തിലേക്ക് ഇവർ ഇൻവെസ്റ്റ്. നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ലീക്കായാൽ എന്താ സംഭവിക്കുക എന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ ഡാറ്റ വെച്ചിട്ട് ഇവർ പല കാര്യങ്ങളും ചെയ്യും, പല കാര്യങ്ങളും പഠിക്കും. നമ്മളൊരു പരീക്ഷണ വസ്തുവായിട്ട് മാറും. എന്ന് നടക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊന്നും നടക്കില്ല, അവർ നമ്മുടെ ഡാറ്റ ലീക്ക് ചെയ്യില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവർ നമ്മുടെ ഡാറ്റ യൂസ് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്തു നോക്കും. മരുന്ന്, നമ്മൾ കാണേണ്ട വീഡിയോസ് വരെ ഇനി അങ്ങനെയായിരിക്കും നമുക്ക് മുന്നിൽ മൊബൈലിൽ വരാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്ന് കമ്പനികൾ, ഏത് തരത്തിലുള്ള മരുന്ന് നമ്മൾ യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. അപ്പം ഇതൊക്കെ മാറാൻ പോവാണ്. അപ്പം നമ്മുടെ ഹ്യൂജ് സെക്ടറിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊരു വലിയൊരു കാര്യമാണ്. അപ്പം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഹെൽത്ത് സെക്ടർ മൊത്തം മാറാൻ പോവാണ്. വിത്തിൻ ഇയേഴ്സ്, ഒരു 5 years 6 years, ഇപ്പം തന്നെ അത് ഏകദേശം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാവപ്പെട്ടവന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, സർക്കാർ ഹോസ്പിറ്റലുകൾ യൂസ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നല്ല ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുന്ന ചെറുകിട ഹോസ്പിറ്റലുകൾ കുറേ ഉണ്ട് കേരളത്തിൽ. അപ്പം ഇവരൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെറുകിട ഹോസ്പിറ്റലുകൾ പൂട്ടിപ്പോകുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈസി ആയിട്ട് അവർ ക്ലോസ് ചെയ്തിട്ട് അവർ പോകും. ഓക്കെ, അവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പം ഇത് സ്വാഭാവികമായിട്ടും ഇത് പൂട്ടിപ്പോകും. അപ്പം നമുക്ക് നല്ലൊരു എന്താ പറയുക, നമുക്ക് ഉണ്ടായിട്ടുള്ള ഹെൽത്ത് ഇൻഡസ്ട്രി നമ്മുടെ പോവും. അതുപോലെ തന്നെ നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ്സ് കിട്ടാതെ വരും. നമുക്ക് ഹൈ പേ ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ടാവും. ലൈക്ക് അമേരിക്ക, യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമ്മൾ ഹൈ പേ ചെയ്തിട്ട് ഡോക്ടർ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടോക്കൺ എടുത്തിട്ട് നമ്മൾ ഡോക്ടറെ കാണുന്നത്. ഇപ്പം നമ്മളിപ്പം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്കൊരു ഡോക്ടർ വിസിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഏത് തരത്തിലുള്ള സ്പെഷ്യാലിറ്റി ഡോക്ടർ വരെ നമുക്ക് ഈസി ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ENT ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗാസ്ട്രോളജി ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഡോക്ടറെ നമുക്കൊരു ടോക്കൺ ഓൺ കോളിൽ നമുക്ക് വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഓൺലൈനിൽ വരെ നമുക്ക് ഡോക്ടറെ അപ്പോയിൻമെൻറ്റ് നമുക്ക് കിട്ടും. പക്ഷെങ്കിൽ ഈ
ഈ പറയുന്ന കൺട്രീസിൽ ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് അല്ലെങ്കിൽ ഇവരൊക്കെ വളർന്നു വന്നിട്ടുള്ള രാജ്യങ്ങളിൽ ഈ രീതിയിലല്ല ഹെൽത്ത് സെക്ടർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലതാമസമാണ്. ഒരു ഡോക്ടറെ നമുക്ക് മീറ്റ് ചെയ്യാൻ മന്ത്സ്, നമുക്ക് ഏകദേശം ഒരു 1 month 2 month ടൈം പീരീഡ് ഒക്കെ നമുക്ക് വേണ്ടി വരും. ഒന്ന് ഡോക്ടറെ വിസിറ്റ് ചെയ്ത് അതിൻ്റെ രോഗകാരണങ്ങളൊക്കെ അറിയാനും അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്താൻ. അപ്പോൾ ഇതൊന്നും ഈ രീതിയിലൊന്നുമല്ല നമ്മുടെ ഇന്ത്യയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ കമ്പനീസ് ഇവിടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല.